ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ വീടിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യാറെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ആകെ പൊടിയും ചെളിയൊക്കെയാണ്, കാരണം ശനിയാഴ്ച ഞായറാഴ്ചയും ഇവരിവിടെ ഉള്ളത് കൊണ്ടൊക്കെ പരത്തിയിട്ടതൊക്കെയാണ് കേട്ടോ. ഈ ഒരു യൂണിറ്റ് കണ്ടോ, ഇതൊരു ടീക്ക് വുഡ് കളറിൽ ചെയ്തൊരു TV യൂണിറ്റാണ്. അപ്പം അത് ജസ്റ്റ് നമ്മൾ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് കേട്ടോ ഞാനിവിടെ എല്ലായിടത്തും തുടയ്ക്കൽ. അതേപോലെ ആ ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നിടത്തും ഗ്ലാസ് ക്ലീനറാണ്. അപ്പം നിധി വന്നൊന്ന് ഡാൻസ് ചെയ്ത് പോയതാണ്. അപ്പം മൈക്രോ ഫൈബറിൻ്റെ തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസാണ്, വരയൊന്നും വീഴൂല. അപ്പോൾ ഞാനെപ്പോഴും മൈക്രോ ഫൈബറിൻ്റെ തുണിയാണ് എടുക്കാറ്, പൊടിയൊക്കെ നന്നായിട്ട് പോരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടാണെങ്കിൽ നമുക്ക് നല്ലോണം പൊടിയും ചടിയും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ പോരുകയും ചെയ്യും. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യണ മോപ്പും അതേമാതിരി തന്നെ ഒരു ചതുരത്തിൻ്റെ ഷേപ്പാണ്. ചതുര ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഈ കോർണേഴ്സ്, പിന്നെ ഈ TV യൂണിറ്റിൻ്റെ അടിയിലേക്ക്, സോഫയുടെ അടിയിൽ അതൊക്കെ നമുക്ക് സുഖമായിട്ട് പോകും. അതുകൊണ്ട് എവിടെയും സ്റ്റെയിനുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റേ മോപ്പിൻ്റെ റൗണ്ടിലൊക്കെ വരുന്ന മോപ്പിൻ്റെ മതി വെള്ളം നിൽക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെയിനൊന്നും ഇല്ലാണ്ട് നിൽക്കും. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു സ്നേക്ക് പ്ലാന്റുകളാണ്. കാരണം എന്താ വെച്ചാൽ വേറെ പ്ലാന്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കണം, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ സൈഡിൽ നമ്മൾ എപ്പോഴും സ്നേക്ക് പ്ലാന്റ് വെക്കുന്നത്. പിന്നെ ഈ ഹാങ്ങിങ്ങിൽ പോട്ട് വെക്കാറുണ്ട് കേട്ടോ, വൈറ്റ് പോട്ട് തന്നെയാണ് അതിൽ വെക്കാറുള്ളത്. നല്ല മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് മഴയൊക്കെ ആയപ്പം ഓരോരോ ലീഫൊക്കെ ഓരോരുത്തർ തിന്ന് ഞാനൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ചെറുതാക്കി പുറത്തുണ്ടാച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യണം. പിന്നെ ടേബിൾ സെറ്റാക്കണം. ഈ ടേബിളിലിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ലക്കി ബാമ്പ് കേട്ടോ. അത് നമ്മൾ കഴുകിയിട്ടാണ് പിന്നെ തിരിച്ച് അങ്ങോട്ട് കയറ്റാറുള്ളത്. അത് ഞാനതിൽ കാണിക്കാം നമ്മളെങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് ഞാനൊന്ന് ഫാസ്റ്റിലിട്ടാ കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് വെക്കാം, എന്നിട്ട് പൊടി തട്ടി വെക്കാം. ഇതൊക്കെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ ഷോപ്പീസ് വെക്കാൻ നമ്മൾ വേറൊരു സ്പേസും നമ്മൾ വെച്ചിട്ടില്ല. പൊടി തട്ടാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണം വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം ഞാൻ അത്യാവശ്യം നല്ല മഴയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം പൊടി തട്ടാൻ കുറവുള്ള രീതിയിലാക്കിയാൽ മതി. പിന്നെ ദിവസവും തുടയ്ക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതൊരു ചീത്ത ശീലമാണ്, ആ ശീലം ഇല്ലാത്തത്. പക്ഷേ അത് എന്നും തുടയ്ക്കൽ എനിക്ക് നടക്കില്ല. എനിക്ക് തുടയ്ക്കുന്ന സമയത്ത് എല്ലായിടത്തും നീറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാനത് ഡെയിലി തുടയ്ക്കുമ്പോൾ എനിക്ക് അതിനേ സമയം ഉണ്ടാവുള്ളല്ലോ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ പൊടികളുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ കാണില്ലെങ്കിലും ഈ ഓരോരോ സാധനങ്ങൾ എടുത്തു കളയുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അവിടെയൊക്കെ കണ്ടോ സ്റ്റെയിന് വരുന്നത്. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം പൊടി ആ ഒരു തുണിയിലുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ മിററൊക്കെ നമുക്ക് ഈ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലാസ് ക്ലീനറാണ്. പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഞാൻ ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ പൈപ്പുകൾ, സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ കഴുകാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ പൊതുവേ ബാത്റൂമിൽ ടൈലൊക്കെ കഴുകി പോകും, സാനിറ്ററി ഫിറ്റിങ്സ് കഴുകിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു പുതുക്കം തോന്നില്ല. ആ ഒരു സ്റ്റീൽ കളറൊക്കെ നമുക്ക് പുതിയതുപോലെ തോന്നണമെങ്കിൽ നമ്മൾ സാനിറ്ററി ഫിറ്റിങ്സ്, പൈപ്പ്, ഷവർ ഇതൊക്കെ കഴുകിയാൽ നല്ലൊരു വൃത്തിയാണ് കേട്ടോ കാണാൻ. അതൊക്കെ കഴുകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ തുടയ്ക്കൽ ഒരു ഡെയിലി ബേസിസിൽ എനിക്ക് നടക്കാത്ത പണിയാണ്. ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് ഈ സംഭവം. പണ്ടാരോ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ വൃത്തിയാക്കിയിട്ടേ ചെയ്യുക, അല്ലെങ്കിൽ ഞാനൊട്ട് ചെയ്യേയില്ല കേട്ടോ. ഇന്ന് പിന്നെ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. ഇവിടെ ഉറുമ്പൊക്കെ ഓടി കളിക്കുകയായിരുന്നു. ഫുട്ബോൾ കളിക്കാനുള്ള അത്രയും ഉറുമ്പുണ്ടായിരുന്നു ഇവിടെ നിലത്തൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെയിലും ഇല്ല, അപ്പം ഇങ്ങനൊരു വ്ളോഗാക്കി ചെടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതെന്ന്. അപ്പം ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന സമയത്ത് അവരുടെ ചട്ടി ഞാൻ നല്ല ആത്മാർത്ഥതയോടുകൂടി കഴുകി തുടച്ച് മിനുക്കി വൃത്തിയാക്കും കേട്ടോ. ഷോപ്പീസുകളും അതുപോലെ തന്നെ അധികം ഞാൻ വാങ്ങി വെക്കാറില്ല. ഇതിലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹം, അതുപോലെ തന്നെ വിളക്ക്, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. എൻ്റെ കസിൻസ് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ ഇതിലുള്ള ഇതുപോലെ ഒരു കുഞ്ഞു കൃഷ്ണനുണ്ടല്ലോ, ഈ മുണ്ടൊക്കെ എടുത്തത്, മഞ്ഞ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന കൃഷ്ണൻകുട്ടിയായിട്ട് നമ്മൾ പണ്ടേ കൂടെ കൂട്ടിയ ആളാണ് കേട്ടോ. അപ്പം നമ്മൾ പഴയ വീട്ടിൽ നിന്ന് അതുപോലെ കൊണ്ടുവന്ന് ഈ ആനകളൊക്കെ ഞാൻ ഈ വീട്ടിൽ വരുന്നതിനേക്കാളും പണ്ടേ ഉള്ള ആൾക്കാരാണ്. അപ്പം അധികാരം വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെക്കാളും അധികാരികളാണ് ഇവരൊക്കെ. അങ്ങനെ പഴയതൊന്നും കളയാണ്ട് പുതുക്കി പുതുക്കി കൊണ്ടടക്കാറാണ് കേട്ടോ. അത് നമ്മളെല്ലാവരും ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും നമ്മൾ പഴയതൊന്നും കളയില്ല. മാക്സിമം പൊടി തട്ടി വൃത്തിയാക്കി അത് ഉപയോഗിക്കാൻ നോക്കാറുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ ഒന്നുമല്ല, വളരെ പഴക്കം കൂടിയ സാധനങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കയറ്റാനുള്ളത് ഷെൽഫിൽ വൃത്തിയായിട്ട് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വാരി. അത് ഞാൻ അധിക സമയം എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് അടിച്ച് വിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ചളിയും പൊടിയൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ആ മോപ്പ് കാണിച്ചു തരാം കേട്ടോ. ആ മോപ്പ് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. കാരണം ബാത്റൂമിൻ്റെ ടൈല് നമുക്ക് മേലേക്കൊന്നും തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും പറ്റില്ല.
അപ്പം നമുക്ക് അതൊരു ലോഷനിൽ മുക്കിയിട്ട് മേലേക്കൊന്ന് തുടച്ചിട്ട് നല്ല വെള്ളം കൊണ്ട് തുടച്ചെടുത്താൽ ടൈല് നന്നായിട്ട് ക്ലീൻ ആവും. അപ്പം ബാത്റൂമിൻ്റെ മേലേക്ക് നമുക്ക് എത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതാണ്ടോ, ഈ സോഫയുടെ ഉള്ളിലേക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് പോകും. അങ്ങനെയാണ് ഞാനത് ക്ലീൻ ചെയ്യാറുള്ളത്, സോഫയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട്. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഒരു മോപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെയും ചെയ്യാം. ഞാനത് വെച്ചൊരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ആയിട്ട് ചെയ്തതല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൽ കൊടുത്തേക്കാന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ അതുപോലെ തന്നെ ഗ്ലാസ് ക്ലീനർ തന്നെ വെച്ചിട്ടോ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഹോളിലുള്ളതാണ്. ഈ ഭാഗത്തും നമ്മൾ ഡാർക്ക് തീമിൽ തന്നെ ചെയ്ത്, നമ്മൾ എവിടെയും ലൈറ്റ് തീമിൽ അങ്ങനെ പണിയെടുപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം പിള്ളേർ വരയ്ക്കും, അതുപോലെ ചെളിയാക്കും എന്നൊക്കെ ഉള്ളത് നേരത്തെ അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ എപ്പോഴും തുടരുതെന്ന് പറഞ്ഞാലും അവരെ എവിടെയെങ്കിലുമൊക്കെ എത്തും. ഇതാണ് കേട്ടോ പുതിയതായിട്ട് വരുന്ന രണ്ടാൾക്കാർ. ഇവർ പഴയ ആൾക്കാർ തന്നെയാണ്, പക്ഷേ മഴക്കാലമൊക്കെ ആയി ആകെ തകിടം മറിഞ്ഞ് പുറത്തു കൊണ്ട് വെച്ചതാട്ടോ. ഇനിയും ഫെർട്ടിലൈസേഴ്സൊക്കെ ഇടണം. അപ്പോൾ തിരിച്ച് അവരെല്ലാവരും അവരുടെ സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഹാങ്ങിങ് നമ്മൾ മേലെ വയർ ടൈ വെച്ചിട്ട് ടൈറ്റാക്കിയതാണ്, അതുകൊണ്ട് അത് അവിടെ നിന്ന് പോരില്ല. ഈ രണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് അവിടെ താങ്ങും. ഇതൊരു വലിയ പോട്ടല്ല, എന്നാൽ അതിൽ കറക്റ്റ് ഫിറ്റിങ്ങും അല്ല കേട്ടോ. ഇങ്ങനെയാട്ടോ അത് നിൽക്കുന്നത്. പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കാണാൻ വലിയ വൃത്തികേടുകളൊന്നുമില്ല കേട്ടോ. പിന്നെ റോഡ് സൈഡിലൊന്നും അല്ല വീട് നിൽക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായ ഡസ്റ്റൊന്നും പറ്റി ആ വൈറ്റ് കളറൊന്നും മാറാൻ മാത്രമുള്ളൊരു പൊടിയൊന്നും വീടിൻ്റെ അകത്ത് കയറില്ല. ലക്കി ബാമ്പും അതുപോലെ തന്നെ ഞാൻ കഴുകുമ്പം ഇല അടക്കം കഴുകി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പോട്ടും അതുപോലെ തന്നെ ജസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചു. പരിപാടികളൊക്കെ ഏകദേശം വൈൻഡപ്പായി. ഞാൻ അപ്പോൾ നിങ്ങളെ മൊത്തത്തിലുള്ളൊരു ലുക്ക് കാണിക്കാൻ നമുക്ക് മേലെ പോയിട്ടുണ്ട്. CC പ്ലാന്റും കൂടി എടുത്ത് വരാനുണ്ട്. ഒരു വലിയ 2 CC പ്ലാന്റ് എടുത്ത് താഴെ കൊണ്ടുപോയി നമ്മുടെ TV യൂണിറ്റിൻ്റെ 2 സൈഡിലും കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം സെറ്റായി. ഇതാ ഇവർ വരുന്നുണ്ട് കേട്ടോ. CC പ്ലാന്റ്സ് ഒരു അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. എനിക്ക് കട്ട് ചെയ്യാനുള്ള മനസ്സ് വരാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ വെച്ചതാണ്. ഇതിൻ്റെ ഇല കൊഴിഞ്ഞതല്ല കേട്ടോ, നിച്ചു വറച്ചു കൊണ്ടുപോയതാണ്. ഇതിനങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഹെൽത്തി പ്ലാന്റാണ്. അതുകൊണ്ട് CC പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറേ ടൈം നമുക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ CC പ്ലാന്റ്. നല്ല ഇൻഡോർ ഓപ്ഷനാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമൻസും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.